നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ ലാ തുഖ്ബലു മിൻഹും സ്വലാഹ് വലാ തസ്അദു ഇല സമാ. 3 കൂട്ടർ അവരുടെ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല, അവരുടെ നമസ്കാരം ആകാശത്തിലേക്ക് ഉയരുകയുമില്ല, ആകാശത്തിലേക്ക് ഉയരുകയുമില്ല. എന്നിട്ട് പറയാണ്, വലാ തുജാവിസു റൂസഹും. ഈ 3 കൂട്ടരുണ്ടല്ല, അവരുടെ നമസ്കാരം അവരുടെ തല വിട്ട് ഉയരൂല എന്നാണ്. നമസ്കാരം എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്? അത് ഉപരിലോകത്ത് കബൂലാക്കപ്പെടാനാണ്, അള്ളാഹുവിങ്കൽ രേഖപ്പെടുത്തപ്പെടാനാണ്. അതിനാണ് നമ്മൾ അമൽ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും വിശിഷ്ടമായത് എന്താ? നമസ്കാരമാണ്. 3 കൂട്ടരെ കുറിച്ച് പറയാണ്, അവരുടെ നമസ്കാരം അത് സ്വീകരിക്കപ്പെടില്ല, അത് മാനം കയറൂല. മാനം കയറൂല എന്ന് മാത്രമല്ല, അവരുടെ തല വിട്ട് ഉയരൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പാണ്. ആരാ ഈ 3 കൂട്ടർ? റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ. ഒരാൾ ജനങ്ങൾക്ക് ഇമാമത്ത് നിന്നു, ആ ഇമാമിനെ ആളുകൾക്ക് വെറുപ്പാണ്. തങ്ങൾക്ക് വെറുപ്പായിരിക്കെ ഇമാമത്ത് നിൽക്കുന്ന ഒരു വ്യക്തി. രണ്ടാമത്തേത് വറജുലുൻ സല്ല അലാ ജനാസത്തിൻ വലം യുഅ്മർ. മറ്റൊരു വ്യക്തി, അയാൾ ഒരു ജനാസ നമസ്കാരത്തിന് ഇമാം നിന്നു, അയാൾ ഇമാം നിൽക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ചില ആളുകളുണ്ടല്ലോ, ചില ആളുകൾ കയറി നിൽക്കലാണ്, അനുവാദം കൊടുക്കുകയോ ആരെങ്കിലും പറയൊന്നും വേണ്ട, ഓങ്ങി അങ്ങനെ നിൽക്കുകക്കാരൻ, ഒരൊറ്റ ചാട്ടേക്കാരൻ ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചില ആളുകളുണ്ട്. അതേപോലെയാണ് ജനാസസ്കാരത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ജനാസ വെച്ച് ഒരുത്തം കയറിയിട്ടാണ് നിസ്കരിച്ച്. അങ്ങനെ പാടുള്ളതല്ല. ജനാസ നമസ്കാരമാണ് എങ്കിൽ ഒന്നുകിൽ പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട ഇമാം നിൽക്കണം, അല്ലെങ്കിൽ ഈ ജനാസയുടെ വസീയ്, ജനാസ ആർക്കെങ്കിലും വസീയത്ത് ചെയ്തിട്ടുണ്ട് അയാൾ ഇമാമത്ത് നിൽക്കാൻ, അത് നോക്കണം. അങ്ങനെയാണ് ഇമാമ നിൽക്കേണ്ടത്. അപ്പോൾ കൽപ്പിക്കപ്പെടാതെ ജനാസ നമസ്കാരത്തിന് ഇമാമം നിൽക്കുന്ന വ്യക്തി, അയാളുടെ നമസ്കാരവും മാനം കയറൂല, നിസ്കരിച്ചവൻ്റെ തല വിട്ട് ഉയരൂല എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ വ്യക്തി ആരാ? മൂന്നാമത്തെ വ്യക്തി വംറഅത്തുൻ ദഅഹാ സൗജുഹാ മിനൽ ലൈൽ ഫഅബത് അലൈഹി. ഒരു സ്ത്രീ, അവളുടെ ഭർത്താവ് അവളെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു, സഹശയനത്തിന് വേണ്ടിയിട്ട് അവളെ ക്ഷണിച്ചു, കിടപ്പറ പങ്കിടാൻ ക്ഷണിച്ചു ഭർത്താവ് ഭാര്യയെ. പക്ഷെ ഭാര്യ കൂട്ടാക്കിയില്ല, വിസമ്മതവും വിമ്മിട്ടവും പ്രകടിപ്പിച്ചു. എങ്കിൽ അവളുടെ നമസ്കാരവും അവളുടെ തല വിട്ട് ഉയരൂല്ല, അത് മാനം കയറുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ മാനം കയറൂല എന്നിവിടെ നിസ്കാരത്തെക്കുറിച്ച് പറയാണ്. അതിഭീഷണമാം വിധമുള്ള വർത്താനാണത്. എന്തിനാ ഇത് പറഞ്ഞത്? നമ്മൾ നിസ്കരിക്കണത് എന്തിനാ? നിസ്കരിക്കുന്നത് നമ്മുടെ നമസ്കാരം ഉപരിലോകത്ത് അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടാനും അത് നമുക്ക് അനുകൂലമായിട്ട് എഴുതാനുമാണ്. അപ്പോൾ നമ്മളുടെ കർമ്മം ഉപരിലോകത്തേക്ക് ഉയരുകയില്ല എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയം, നമ്മളുടെ അമലുകളെ ഉപരിലോകത്ത് കബൂലാക്കാൻ ഉപരിലോകത്ത് റബ്ബുണ്ട്, അല്ലാഹു ഉപരിലോകത്തുണ്ട്. ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പം റബ്ബ്